പ്രിയ വിദ്യാർത്ഥികളെ, ജേണൽ എങ്ങനെ എഴുതാം എന്നും അതിൻ്റെ വിവിധ കേസുകളും നമ്മൾ ഡിസ്കസ് ചെയ്യുകയുണ്ടായി. ഇപ്പോൾ NCERT ബുക്കിലുള്ള എക്സസൈസ് ക്വസ്റ്റ്യൻസ് ചിലതെടുത്ത് അത് ആൻസർ ചെയ്യുന്നതാണ് ഇവിടെ കാണിക്കുന്നത്. അതിൽ ഒരു ക്വസ്റ്റ്യൻ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ക്വസ്റ്റ്യനാണ്. ഞാൻ ആ ജേണൽ വായിക്കുകയും അതിൻ്റെ ഡെബിറ്റ്, ക്രെഡിറ്റ്, നരേഷൻ എന്നിവ ഇവിടെ പറയുകയും ചെയ്യുന്നു. നിങ്ങൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ PDF കോപ്പി ക്വസ്റ്റ്യൻ തരുന്നുണ്ട്. അതിൻ്റെ ആൻസർ ചെയ്യുക. ആൻസർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടാത്തതുണ്ടെങ്കിൽ വീഡിയോ പരിശോധിച്ച് നിങ്ങൾക്കതിൻ്റെ ജേണൽ ഉറപ്പുവരുത്താവുന്നതാണ്. Question number 1. Journalize the following transactions in the books of Himanshu. Date 2017 December 1. ജേണലിൽ ഡേറ്റ് എഴുതുമ്പോൾ 2017 December 1 എന്ന് തന്നെ എഴുതുക. Business started with cash 75,000. Cash account debtor to capital account started business. Cash account debit ചെയ്യും, capital account credit ചെയ്യും. Narration started business. Next, December 7. Purchased goods for cash. Purchases account debtor to cash. Purchase account debit ചെയ്യും, cash account credit ചെയ്യും. Amount 10,000 എഴുതണം. December 9. Sold goods to സ്വാതി. സ്വാതിക്ക് സാധനങ്ങൾ വിറ്റു. സ്വാതി ഡെറ്റർ ആകും. സെയിൽസ് ഒരു ഇൻകമാണ്, സെയിൽസ് ക്രെഡിറ്റ് ചെയ്യും. സ്വാതി അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ്, സോൾഡ് ഗുഡ്സ്. December 12. പർച്ചേസ്ഡ് ഫർണിച്ചർ. ഫർണിച്ചർ പർച്ചേസ് ചെയ്യുമ്പോൾ പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യാൻ പാടില്ല. ഡെബിറ്റ് ചെയ്യേണ്ടത് ഫർണിച്ചർ. ഫർണിച്ചർ ഡെറ്റർ ടു ക്യാഷ്. നെക്സ്റ്റ്, ക്യാഷ് റിസീവ്ഡ് ഫ്രം സ്വാതി ഇൻ ഫുൾ സെറ്റിൽമെൻറ്റ് ₹4,000. സ്വാതിക്ക് കൊടുക്കാനുള്ളത് തൊട്ട് മുകളിൽ 5,000 എന്ന് പറയുന്നുണ്ട്. ഇവിടെ 4,000 ആണ് എമൗണ്ട്. അപ്പോൾ അവിടെ ഡിസ്കൗണ്ട് ഉണ്ട് എന്ന് മനസ്സിലാക്കണം. ഇവിടെ സ്വാതിയിൽ നിന്ന് ക്യാഷ് കിട്ടുമ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ഡിസ്കൗണ്ട് അലോ ചെയ്യാണ്. ഡിസ്കൗണ്ട് അലോ ചെയ്യുമ്പോൾ ഡിസ്കൗണ്ട് അലൗഡ് അക്കൗണ്ട് ഡെറ്റർ, രണ്ട് ഡെബിറ്റ്, സ്വാതി അക്കൗണ്ട് ഡെറ്റർ 4,000, ഡിസ്കൗണ്ട് അലൗഡ് 1,000 ടു സ്വാതി. സ്വാതിൻ്റെ കയ്യിൽ നിന്ന് കിട്ടാനുള്ളത് എത്രയായിരുന്നു? 5,000 ആയിരുന്നു. അപ്പോൾ ടു സ്വാതി 5,000. Date 25. Paid rent 1,000. Cash account debtor, rent account debtor to cash. Rent account debtor to cash. Amount 1,000. Paid rent. Next, December 30. Paid salary. Salary account debtor to cash. ഇത്രയാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലുള്ളത്. ഏതെങ്കിലും ഒരു ട്രാൻസാക്ഷൻ്റെ ജേണൽ അറിയില്ല എങ്കിൽ വീഡിയോ നോക്കി പരിശോധിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 2. എൻ്റർ ഫോളോയിങ് ട്രാൻസാക്ഷൻ ഇൻ ജേണൽ ഓഫ് മോഹൻ. ഡേറ്റ് 2017 January 1. കമൻസ്ഡ് ബിസിനസ് വിത്ത് ക്യാഷ് 1,75,000. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ 1,75,000. നരേഷൻ കമൻസ്ഡ് ബിസിനസ്. January 1. ബിൽഡിംഗ്. ക്വസ്റ്റ്യൻ മിസ്റ്റേക്കാണ്. അത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് ക്യാഷും ബിൽഡിങ്ങും ഉപയോഗിച്ചാണ്. അപ്പോൾ ശരിക്ക് ഈ ജേണൽ എഴുതേണ്ടത്, ക്വസ്റ്റ്യനിൽ ചെറിയ മിസ്റ്റേക്കാണ്. ക്വസ്റ്റ്യനിൽ ആ January 1 എന്നുള്ള അവിടെ റിപ്പീറ്റായി വന്നതാണ്. അതാണ് മാറ്റാം. കമൻസ്ഡ് ബിസിനസ് വിത്ത് ക്യാഷ് 1,70,000 ആൻഡ് ബിൽഡിംഗ് 1 lakh എന്ന് ക്വസ്റ്റ്യൻ വായിക്കാം. അങ്ങനെയെങ്കിൽ ജേണൽ വരിക ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ
ബിൽഡിംഗ് അക്കൗണ്ട് ഡെറ്റർ, രണ്ട് ഡെബിറ്റ് വരും. ക്യാഷ് അക്കൗണ്ടും ഡെബിറ്റ് ചെയ്യും, ബിൽഡിംഗ് അക്കൗണ്ടും ഡെബിറ്റ് ചെയ്യും. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ, ബിൽഡിംഗ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ട് എമൗണ്ട് 2,75,000 ആകും. 1,75,000 കൂടി കൂട്ടിയിട്ടുള്ളതാണ്. നെക്സ്റ്റ്, ഗുഡ്സ് പർച്ചേസ്ഡ് ഫോർ ക്യാഷ്, പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. സോൾഡ് ഗുഡ്സ് ടു രമേഷ്, രമേഷ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ്. പെയ്ഡ് വേജസ്, വേജസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്, ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ്. പെയ്ഡ് for trade expenses, trade expenses account debtor to cash, cash received from Ramesh, and discount allowed, cash account debtor, discount allowed account debtor to Ramesh. അമൗണ്ടുകൾ പറയാം. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ 29,500, ഡിസ്കൗണ്ട് അലൗഡ് ഡെറ്റർ 500, ടു രമേഷ് 30,000. രമേഷിന് 30,000 ആണ് എഴുതേണ്ടത്. നെക്സ്റ്റ്, ഗുഡ്സ് പർച്ചേസ് ഫ്രം സുധീർ, പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു സുധീർ 27,000. കാർട്ടേജ് പെയ്ഡ്, കാർട്ടേജ് അക്കൗണ്ട്, കാർട്ടേജ് എക്സ്പെൻസസ് ആണ്. കാർട്ടേജ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് 1,000. ഡ്രൂ ക്യാഷ് ഫോർ പേഴ്സണൽ യൂസ്, ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. ബിസിനസ്സിൽ നിന്ന് ക്യാഷ് കുറയും, അതുകൊണ്ട് ക്യാഷ് ക്രെഡിറ്റ് ചെയ്തു. ഡ്രോയിങ്സ് ഡെബിറ്റ് ചെയ്തു, കാരണം ഡ്രോയിങ്സ് ക്യാപിറ്റലിനെ കുറയ്ക്കുന്നതാണ്. ഗുഡ്സ് യൂസ്ഡ് ഫോർ ഹൗസ് ഹോൾഡ്, ഗുഡ്സ് യൂസ്ഡ് ഫോർ ഹൗസ് ഹോൾഡ്, ഗുഡ്സ് വീട്ടാവശ്യത്തിന് ഉപയോഗിച്ചു. അത് ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ ടു പർച്ചേസസ്. ഗുഡ്സ് പേഴ്സണൽ യൂസിന് ഉപയോഗിക്കുമ്പോൾ ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ ടു പർച്ചേസസ് എന്നാണ് വരിക. ക്രെഡിറ്റ് പർച്ചേസസ് ആണ്, ഗുഡ്സ് ആണല്ലോ ഉപയോഗിച്ചത്. നെക്സ്റ്റ്, ക്യാഷ് പെയ്ഡ് ടു സുധീർ, ക്യാഷ് പെയ്ഡ് ടു സുധീർ, ഡിസ്കൗണ്ട് അലൗഡ്. ഡിസ്കൗണ്ട്, സുധീറിന് ക്യാഷ് കൊടുത്തു. സുധീറിന് ക്യാഷ് കൊടുക്കുമ്പോൾ സുധീർ ഡിസ്കൗണ്ട് അലൗ ചെയ്യുമ്പോൾ ആ ഡിസ്കൗണ്ട് നമ്മൾക്ക് കിട്ടുകയാണ്. അവിടെ ഡിസ്കൗണ്ട് അലൗഡ് എന്നാണ് പറഞ്ഞതെങ്കിലും ശരി, ക്യാഷ് കൊടുത്ത സമയത്ത് 30 രൂപ ഡിസ്കൗണ്ട് നമ്മൾക്ക് കിട്ടുകയാണ് ചെയ്യുക. ഡിസ്കൗണ്ട് റിസീവ്ഡ് ആണത്. അപ്പോൾ സുധീർ അക്കൗണ്ട് ഡെറ്റർ 26,730, 26,730 ടു ക്യാഷ്, ബിസിനസ്സിൽ നിന്ന് ക്യാഷ് പോകും 26,700. ഡിസ്കൗണ്ട് റിസീവ്ഡ് 30. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ തേർഡ് ക്വസ്റ്റ്യൻ ആണ്. ജേർണലൈസ് ദ ഫോളോയിങ് ട്രാൻസാക്ഷൻസ്. 2017 December 1, ഹേമ സ്റ്റാർട്ടഡ് ബിസിനസ്. Cash account debtor to capital. Opened bank account with SBI. Bank account debtor to cash. SBI account എന്നും എഴുതാം, അതല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് എന്നും എഴുതാം. നമ്മൾ സാധാരണ ബാങ്ക് അക്കൗണ്ട് എന്നാണ് പറഞ്ഞത്. ഒരു ബിസിനസ്സിൽ ഒരുപാട് ബാങ്ക് അക്കൗണ്ട് ഉണ്ടാകുമ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യാം? SBI അക്കൗണ്ട് ഡെറ്റർ ടു എങ്ങനെയും പറയാം. നെക്സ്റ്റ്, പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം അഷു, purchase account debtor to Ashu. Sold goods to Rahul for cash. Sold goods to Rahul. രാഹുൽ അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് എന്നാണ്. അത് ക്യാഷ് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ, ഇവിടെ ഫോർ ക്യാഷ് എന്ന് പറഞ്ഞതുകൊണ്ട് ബിസിനസ്സിലേക്ക് ക്യാഷ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് എന്നാണ്. രാഹുൽ എന്ന പേരിന് ഒരു പ്രസക്തിയുമില്ല. നെക്സ്റ്റ്, ബോട്ട് ഗുഡ്സ് ഫ്രം താര, താരയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി. അപ്പോൾ ഫോർ ക്യാഷ്, അതും ക്യാഷ് കൊടുത്തിട്ടാണ്. അപ്പോൾ പർച്ചേസസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്നാണ്. ആ താര എന്നുള്ള പേരിന് പ്രസക്തി ഇല്ല. നെക്സ്റ്റ്, സോൾഡ് ഗുഡ്സ് ടു സുമൻ, സോൾഡ് ഗുഡ്സ് ടു സുമൻ. അപ്പോൾ സുമൻ അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ്, ക്രെഡിറ്റ് ആണത്, ക്രെഡിറ്റ് സെയിൽസ് ആണ്. റിസീവ്ഡ് ചെക്ക് ഫ്രം സുമൻ, ഡിസ്കൗണ്ട് അലൗഡ്. റിസീവ് ചെക്ക്, ചെക്ക് കിട്ടുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു സുമൻ. ഇവിടെ ഡിസ്കൗണ്ടും കൂടെ ഉണ്ട്. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ 19,500, ഡിസ്കൗണ്ട് അലൗഡ് 500 ടു സുമൻ 20,000. ചെക്ക് ഗിവൺ ടു അഷു ഓൺ ഹിസ് അക്കൗണ്ട്. അഷു അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്, ചെക്ക് നൽകുമ്പോൾ ബാങ്ക് ക്രെഡിറ്റ് ചെയ്യണം. റെന്റ് പെയ്ഡ് ബൈ ചെക്ക്, റെന്റ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്.
deposited into bank account debtor to cash. Machine purchased from പരിഗ്യ മെഷീൻ വാങ്ങിയതാണ്. അപ്പം മെഷീൻ അക്കൗണ്ട് ഡെറ്റർ ടു പരിഗ്യ. ട്രേഡ് എക്സ്പെൻസസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് കൊടുത്തതാണ്, അതുകൊണ്ടാണ് എമൗണ്ട് മാത്രം പറഞ്ഞത്. ചെക്ക് ഇഷ്യൂഡ് ടു പരിഗ്യ, ചെക്ക് നൽകി, അപ്പം പരിഗ്യ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. പെയ്ഡ് ടെലിഫോൺ എക്സ്പെൻസസ് ബൈ ചെക്ക്, ടെലിഫോൺ എക്സ്പെൻസസ് ഡെറ്റർ ടു ബാങ്ക്. പെയ്ഡ് സാലറി അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. ഇത്രയും ട്രാൻസാക്ഷൻസ് നിങ്ങൾ ജേർണലൈസ് ചെയ്യുക. ഏതെങ്കിലും ട്രാൻസാക്ഷൻ ജേർണലൈസ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ ഈ വീഡിയോ നോക്കേണ്ടത്. നിങ്ങൾ ക്വസ്റ്റ്യൻ എഴുതുക, ക്വസ്റ്റ്യൻ എഴുതി അതിൻ്റെ ആൻസറും എഴുതുക.